ഗൈസ് എന്നെ ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു ഭർത്താവിനെയാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയി ഞാനൊരു വ്ളോഗോ റിയാക്ഷൻ വ്ളോഗോ എന്തെങ്കിലും ഒരു ഷോർട്സോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. കുറേ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കഥക് വ്ളോഗ് എടുക്കുന്നതിൻ്റെ തുറക്കരുത്, ഒരു അനുസരണ ഇല്ലാത്തൊരു കെട്ടിയോ. അപ്പം വീട് മാറുന്നതിൻ്റെയും ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നതിൻ്റെയൊക്കെ തിരക്കായിട്ട് ഞാൻ കുറേ പ്രോബ്ലംസിലായിരുന്നു. എനിക്ക് ഒന്നിനും സമയം കിട്ടണുണ്ടായിരുന്നില്ല. അപ്പം ഇനി മുതൽ റെഗുലറായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു വ്ളോഗെങ്കിലും വെച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പണ്ട് തന്ന സപ്പോർട്ട് എല്ലാവരും എനിക്ക് തരണം. അപ്പോൾ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തു. കുടുംബ വീട്ടിലായിരുന്നല്ലോ ഞാനും പിള്ളേരും. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സൗകര്യക്കുറവാണ്. അത് മാത്രമല്ല, കുടുംബത്ത് കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെയാണ് കൂട്ടുകുടുംബത്തിലൊക്കെ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നത്. പക്ഷേ ഇന്ന് ഓരോ ഫാമിലിയിലും ഈ കുടുംബത്ത് കിടക്കുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാടകയാണെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ പ്രത്യേകം മാറുന്നതായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും കൂടി നമ്മളെ ഇവിടുന്ന് ഒരു 10 കാലം വെച്ചാൽ അത് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി റോഡ് സൈഡിൽ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും ഫർണിച്ചർ എന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് കുറച്ച് തുണികൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഫ്രിഡ്ജാണ്. അപ്പോൾ പാത്തൂട്ടിക്കും കുഞ്ഞിനും ഫ്രിഡ്ജില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഫ്രിഡ്ജ് അത്യാവശ്യമാണ്. പണ്ടത്തെ പോലെയില്ല, ഒരു സാധനങ്ങളും സൂക്ഷിക്കാൻ പറ്റുന്നില്ല, എല്ലാം വേസ്റ്റായി പോകുന്നു. അപ്പോൾ ഞാനും ഇക്കായും കൂടിയിട്ട് ഒരു ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പോകുമല്ലേ, പോകുന്ന വഴിക്ക് ഒരു വ്ളോഗ് ആയിക്കോട്ടെ, അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇനി ബാക്കി പോകുന്ന വഴിക്ക് എന്നെ കാത്ത് കലി വന്ന് കട്ടൻ ചായ കുടിക്കുകയാണ്. നോക്കൂ മിസ്റ്റർ നൗഷാദ്, താങ്കളാണ് എൻ്റെ പേരിൻ്റെ അറ്റത്തെ വാല്. അപ്പോൾ വാടക വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഹൗസ് ഓണറിൻ്റെ വീട്. അവിടെയാണ് ഞങ്ങൾ രാത്രി വണ്ടി കയറ്റി വയ്ക്കുന്നത്. റോഡ് സൈഡ് വണ്ടി വയ്ക്കുന്ന അത്ര പന്തിയല്ലല്ലോ. അപ്പോൾ ഇക്ക വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കുറച്ച് പട്ടിഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് പട്ടിഷോ, ഇത് ഞാൻ കണ്ണിൽ ഐലൈനർ സ്പ്രെഡായെന്ന് നോക്കിയതാണ് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞത്. ഈ അഴൂർ റെയിൽവേ ട്രാക്ക് എപ്പോഴും ഇവിടെ അടച്ചിട്ടു. ഇവിടെ അടയ്ക്കാതെ ഒരു തവണ പോലും ഞാൻ ലെവൽ ക്രോസ് പാസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ബാക്കിലോട്ടാണ് വണ്ടി ഇട്ടേക്കുന്നത്. കാരണം ഒരു കാക്കത്തണൽ പോലും അവിടെയൊന്നുമില്ല. അവിടെ റോഡിലെങ്ങാനും കൊണ്ട് വണ്ടി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിട്ടാൽ കുരഞ്ഞു കുത്തി ചത്തു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സൈഡിലോട്ട് മാറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ചിറയൻകീഴ് എത്തിയ പാടെ ഞങ്ങൾക്ക് വിശന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അറേബ്യൻ ഫുഡ് കോർട്ടിൽ കയറി. ഇക്കാക്ക് ബീഫ് ബിരിയാണിയും എനിക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടോ. ഇക്ക ബീഫ് ബിരിയാണിയുടെ ആളാണ്, ബീഫാണ് ഇഷ്ടം. എനിക്ക് ചിക്കൻ ബിരിയാണി, എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല, അലർജിയുണ്ട്, മൊത്തം പൊള്ളി കയറും. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചിറയൻകീഴ് ഈഞ്ചക്കൽ എന്ന് പറയുന്ന കടയിലാണ് ഞങ്ങൾ വന്നത്. ആറ്റിങ്ങിൽ പോകാനായിരുന്നു പ്ലാൻ, മൈജിയിൽ പോകാനായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈഞ്ചക്കൽ എന്ന് പറഞ്ഞ കടയിൽ എത്തിയപ്പം ഇവിടെ നിന്ന് ഞാൻ ടവർ ഫാൻ മേടിച്ചിട്ടുള്ളത് ഇവിടെ കയറി. ഈ മനുഷ്യനെ ഞാൻ കൊല്ലും, വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോ ഇവിടെ. ഗൈസ് എന്നെ ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു ഭർത്താവിനെയാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ മൈജിയില നന്ദിലത്തിലെ പോയി ഫ്രിഡ്ജ് എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. വെയിലിൻ്റെ അതികഠിനമായ കാഠിന്യം, ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ചെവുത്ത പോയി, അതായത് ബോധം പോയി, വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നണം. അപ്പം കടുത്ത വെയിലായത് കാരണം ഞങ്ങൾ പോയിട്ട് നേരെ ചിറയൻകീഴ് ഇവിടെ ഈഞ്ചക്കൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ടവർ ഫാൻ മുമ്പ് അങ്ങ് എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത്, കുടുംബ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ടവർ ഫാൻ വാങ്ങിയത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ആറ്റിങ്ങിൽ പോയാൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പോയി കുരഞ്ഞു കുത്തി കരിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഫ്രിഡ്ജ് എടുത്ത് ഓർഡർ കൊടുത്തു. അപ്പോൾ അവർ എന്നെ ഡെലിവറി ചെയ്തോളും. അപ്പം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറെല്ലാം കൊടുത്തിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഫ്രിഡ്ജ് ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച് വൈകുന്നേരം ആവുന്നു. വൈകുന്നേരം ആയാൽ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. പാത്തോട്ടിയും കുഞ്ഞും കയറി വരുമ്പം അവർ ഈ അടുക്കളയിൽ വന്ന അവരാ സർപ്രൈസ് കാണുമ്പോൾ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവർ സ്കൂളിൽ പോയ സമയം നോക്കി പോയി. അപ്പോൾ അവർ വരുമ്പം സർപ്രൈസ് കൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്നപ്പം പറ്റും, അവരിപ്പം തന്നെ വരും. അപ്പം ഫ്രിഡ്ജ് കൊണ്ടുവരും. ഇപ്പം കൊണ്ടുവരും. ഗൈസിൻ്റെ അടുക്കളയുടെ അവസ്ഥ ഞാൻ പോയപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിട്ട് പോയത്. ഇനി ഒതുക്കണം കുറച്ച്. എനിക്ക് അടുക്കള വൃത്തികേടാക്കിയിടുന്ന ഇഷ്ടമല്ല. നമുക്കിവിടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. അതുകൊണ്ട് ഈ ബക്കറ്റിലാണ് കുടിവെള്ളം എടുത്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കിടന്ന് മൊത്തത്തിൽ വേസ്റ്റായി പോകുന്നതുകൊണ്ടാണ്. ഫ്രിഡ്ജില്ലാതെ പറ്റൂല. മുമ്പ് നമ്മൾ ഫ്രിഡ്ജൊക്കെ ഇല്ലാതെയാണ് ജീവിച്ചത്. പക്ഷേ ഇപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറിയല്ലേ പറ്റൂ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഇവിടെ ഒരു ലാപ്പ് മുതലാളിയുണ്ട്, 24 മണിക്കൂർ ലാപ്പിൻ്റെ മുന്നിൽ. സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി നിങ്ങളെ തന്നെ. എന്തോന്ന് ഞാൻ കണക്ട് ചെയ്തില്ലേ?
ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ട് പോയതിന് ശേഷം ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. 1:30ക്കാണ് ഫ്രിഡ്ജ് വെച്ചത്. അപ്പം ഞങ്ങൾക്ക് കുറേ സമയം ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചിറയൻകീഴ് ഒരു ഫിനാൻസ് വരെ പോകണമായിരുന്നു. ഒരു മാല പണയത്തിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 3:15. അപ്പോൾ പാത്തൂട്ടിയെ പിക്ക് ചെയ്തിട്ട് പോയാലോ എന്നൊരു ആലോചന. പാത്തൂട്ടിയുടെ സ്കൂൾ പാസ് ചെയ്ത് പോയപ്പോൾ കേട്ടോ ആ ആലോചന ഉണ്ടായത്. അങ്ങനെ സർപ്രൈസ് കാണിക്കാൻ നമുക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്കായും കൂടെ പോയി പാത്തൂട്ടിയെ വിളിച്ചു. അപ്പോൾ പാത്തൂട്ടി എന്തോ ഡൗൺ ആയിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അവൾ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വാപ്പി ചോദിക്കുന്നു, മക്കൾ എന്താ ഉറങ്ങി? അപ്പോൾ അവൾക്ക് ഈയിടെയായിട്ട് ചെറുതായിട്ടൊരു ഭയങ്കര ഒരു വയ്യായികയുണ്ട്. കാരണം ചെറുതായിട്ടൊന്ന് ഫുഡ് പോയ്സൺ അടിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളെ വാടക വീടിൻ്റെ ഷിഫ്റ്റിംഗ് ആയിട്ട് കുറച്ച് ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു. അങ്ങനെ പാത്തൂട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാപ്പി കണ്ണ് പൊത്തി അകത്തോട്ട് കൊണ്ടുവന്ന് സർപ്രൈസ് കാണിച്ചു കൊടുക്കുകയാണ്. സർപ്രൈസ് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ തണുത്ത വെള്ളം കുടിക്കണമെന്ന്. അങ്ങനെ ഫ്രിഡ്ജ് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത കുരിപ്പ് വന്നപ്പോൾ അവനെ പിന്നെ ആരും ക്ഷണിച്ചുകൊണ്ടൊന്നും പോകണ്ട, ബാഗും തൂക്കി നേരെ അടുക്കളയിലാണ് ചെന്ന് കയറിയത്. സർപ്രൈസ് ഉണ്ട് എന്ന് പറയും മുമ്പേ നേരെ ചെന്ന് സർപ്രൈസ് കണ്ടിട്ട് തുറന്നു നോക്കിയാലേ അവന് സമാധാനമുള്ളൂ. പാത്തൂട്ടി തുറന്നു നോക്കിയില്ല കേട്ടോ. അവൾക്ക് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. പക്ഷേ അവന് തുറക്കണം, അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ. അങ്ങനെ വന്നിട്ട് യൂണിഫോം മാറ്റാൻ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അവളാണെങ്കിൽ ജനലിൻ്റെ സൈഡിൽ പോയി റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ നോക്കിയിരിപ്പുണ്ട്. ആ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കടപ്പുറത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ വാടക വീടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വൈകുന്നേരങ്ങളിൽ നമ്മുടെ പതിവ് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ വരും. അപ്പോൾ അങ്ങനെ വന്നിരുന്ന സമയത്ത് വാപ്പിയും മോളും കൂടെ എന്തൊക്കെയോ പറയുകയാണ്. ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ രണ്ടുപേരെടുത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയത് വേറെ ഒന്നിനുമല്ല, മന്തി മേടിക്കാനായിരുന്നു കേട്ടോ പിള്ളേർക്ക്. അതും സർപ്രൈസായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന കടയാണ് വർക്കലയിലുള്ള ഈ മന്തിക്കട. ഇവിടുത്തെ മന്തിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. ഒരു മദാമ അമ്മച്ചി അവിടെ മാങ്ങ നോക്കി നിൽപ്പുണ്ട്. 2 മാങ്ങ എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇക്ക വന്നു. ഞാൻ വിചാരിച്ച് കുറേ നേരം പിടിക്കുമെന്ന്. അങ്ങനെയാണ് വീഡിയോ എടുത്ത് ബോറടിച്ച ഉടനെ ഞാൻ ക്യാമറ ഓണാക്കും. അപ്പോൾ വന്നിട്ട് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. രാത്രി എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് അടിച്ചു പൊളിച്ച് ലാവിഷായിട്ടൊരു മന്തിയും തിന്ന്. അൽഫാം മന്തിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.